ഹായ്, ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോഴിക്കോട് കൊല്ലപ്പെട്ട ആ മകന്റെ ഉപ്പ, അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കരമായ ഒരു ആദരവ് തോന്നി അദ്ദേഹത്തിന്റെ ഒരു തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് നൽകാം എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അത് സ്നേഹാദരവോടുകൂടി അതെനിക്ക് ആവശ്യമില്ല, എന്റെ മകന്റെ പേരിലുള്ളതൊന്നും, എന്റെ മകന്റെ പേരിൽ എനിക്ക് കിട്ടുന്നതൊന്നും എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമാണ്, അദ്ദേഹത്തിന്റെ മകനെ കൊന്ന ആ കുട്ടികളുടെ ഈ വർഷത്തെ എക്സാം അവരെഴുതരുത്, അവരും അറിയട്ടെ ഒരു ഉപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണീരിന്റെ വില. ഒരു കുട്ടി അത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അതായത് 40 മാർക്കിന്റെ എക്സാം എഴുതിയ കുട്ടിക്ക് 35.5 മാർക്കുള്ള ഒരു ആൻസർ ഷീറ്റ് ആ ടീച്ചർ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി എന്ന് പറയുന്നത് നന്നായി പഠിക്കുന്ന ഒരു മോനാണ്. ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഓമനത്തം പോലും മാറിയിട്ടില്ല. ആ ഓമനത്തം പോലും മാറാത്ത ആ കുഞ്ഞിനെ അത്രയും ദാരുണമായിട്ട് കൊന്ന കുട്ടികളുടെ എക്സാം എഴുതിക്കരുത് എന്നുള്ള ഒരൊറ്റ ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഒരു ആവശ്യത്തെ മനുഷ്യാവകാശം ലംഘനമായി കണ്ടുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വൻ പോലീസ് സപ്പോർട്ടോടുകൂടി, പോലീസ് സെക്യൂരിറ്റിയോടുകൂടി ആ കുട്ടികള് എക്സാം എഴുതി തിരിച്ചു വരുന്നത് നിറകണ്ണുകളോടെ കണ്ട ഒരു പിതാവിന്റെ വേദനയെക്കുറിച്ച് നമുക്കൊരിക്കലും പറഞ്ഞ് അറിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ആവശ്യം പോലും നടത്തിക്കൊടുക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനമാണ് നമുക്കുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നു. അതേസമയം ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മകന്റെ പേരിലുള്ള എനിക്ക് ഒരു സഹതാപത്തിന്റെയും ആവശ്യമില്ല എന്ന് സ്നേഹാദരവോടുകൂടി അദ്ദേഹം പറയുകയാണ് ചെയ്തത്. നമ്മളൊക്കെയും കണ്ടിട്ടുണ്ട്, സ്വന്തം രക്തബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊലപാതകത്തിലൂടെയോ, നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് തന്നെ ഒരു അർജുൻ എന്നുള്ള ഒരു സഹോദരൻ. പക്ഷെ ആ കുട്ടിക്ക് ജോലി കിട്ടിയത് നല്ലതാണ്, പക്ഷെ സർക്കാർ ജോലിക്ക് ആ കുട്ടി അർഹയാണോ? അപ്പോ PSC എഴുതി വിജയിച്ച മറ്റു കുട്ടികളൊക്കെയും നോക്കി നിൽക്കെ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു കുട്ടി അത്തരത്തിലൊരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊക്കെയും ഭയങ്കര ആശങ്ക തോന്നും. അപ്പൊ നമ്മളൊന്നും പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു നിയമനമായിരുന്നു അത്. പക്ഷെ എന്തായാലും അതൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിന്നും ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ മാതൃകയാണ് ആ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മകന്റെ ജീവന്റെ വില ഒരാൾക്കും തിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല, ഒരു വീടിനും ഒരു നഷ്ടപരിഹാരത്തിനും സാധിക്കുന്നതല്ല എന്ന് അദ്ദേഹം അവിടെ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഒരു ജീവന്റെ വില, ഒരു പ്രതീക്ഷയുടെ വില, ഒരു ഉമ്മയുടെ ഉപ്പയുടെയും കണ്ണീരിന്റെ വില ഈ ലോകത്തിലുള്ള ഒന്നിനും തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കരമായ ഒരു ആദരവാണ് തോന്നിയത്. അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കൾ, താനൂരിൽ നിന്നും 2 പെൺകുട്ടികളെ കാണാതായി. ആ കുട്ടികളെ കണ്ടെത്തിയത് പനവേൽ എന്ന സ്ഥലത്ത് നിന്നാണ് എന്നാണ് കേട്ടറിവ്. എനിക്ക് ഭയങ്കര അതിശയം തോന്നുകയാണ്. കാരണം നമ്മളൊക്കെ നമ്മളെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് തോന്നിപ്പോകുന്ന, അല്ലെങ്കിൽ മക്കള് എന്ത് ചിന്താഗതിയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥ. ആ കുട്ടികൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി അവരുടെ മുടി മിനുക്കുകയും മുഖം മിനുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക നിലയൊന്നും ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവിടെ നിന്നും മാതാപിതാക്കളോടൊപ്പം യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾ പോലും സുരക്ഷിതമല്ലാത്ത ഈ ഒരു നാട്ടില്, ഈ ഒരു ലോകത്ത് ആ കുഞ്ഞുങ്ങൾ സ്കൂളിലെ എക്സാം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സ്കൂളിലെ എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടികളെ കണ്ടെത്തി. വലിയ ആശങ്ക പരത്തുന്ന ഒന്നാണ് അത്. കുഞ്ഞുമക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ നന്നായി ഒന്ന് പഠിച്ചൊരു ജോലിയിലെത്തൂ. പല വാഗ്ദാനങ്ങളും പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പിന്നാലെ നടക്കും. ഇതുപോലെ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുക്കാനോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് തിരഞ്ഞെടുക്കാനോ ഉള്ള ഒരു പക്വത നിങ്ങൾക്കായിട്ടില്ല. നിങ്ങൾ വർണ്ണാഭമായ ഒരു ലോകത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ കാണുന്നതെല്ലാം സുന്ദരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ്. അവിടെയൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ വലിയ ആപത്തും അപകടവും വലിയ വലിയ കുഴികളുമുണ്ട്. എത്ര ചാനലുകളിലാണ്
മുംബൈ പോലുള്ള നഗരങ്ങളിൽ ചതിയിൽ അകപ്പെട്ട് പോയി കിടക്കുന്ന കുട്ടികളെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? എത്ര ധൈര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ പോയത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുകയാണ്. ഈ ഒരു ചെറിയ പ്രായത്തിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. ആ കുട്ടികളെ കണ്ടെത്തിയതിന് ശേഷം പോലീസ് ഓഫീസറോട് അവർ സംസാരിച്ചത് ഇങ്ങനെയാണ്: എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മുടി മുറിക്കാനോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മുഖം മിനുക്കാനോ അവർ ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്നുള്ളത്. എത്ര ബാലിശമായ ഒരു ആരോപണമാണ് ആ കുട്ടികൾ. അപ്പോൾ അവരെടുത്തിരിക്കുന്ന ആ തീരുമാനത്തിന്റെ പിന്നിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. ഈ ടീനേജ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ടീനേജിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. നിങ്ങളെ ഇത്രയേറെ സ്നേഹിച്ച് കരുതി നിങ്ങൾ ചിന്തിക്കുന്നതിനു മുമ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ അടുത്തെത്തിക്കാൻ കഴിവുള്ള കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ. അവരത് നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് തരാൻ വേണ്ടി ഈ മാതാപിതാക്കളുടെ എന്തുമാത്രം ആഗ്രഹങ്ങളാണ് അവർ മാറ്റിവെക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഇതൊക്കെ അറിയുമ്പോൾ ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോകണം. ഇനി ആ ഒരു കാലത്താണ് നിങ്ങളെ എന്തുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ അരുത് എന്നൊരു കാര്യം പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. പക്ഷെ ആ ഒരു സമയം നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാവലിരിക്കുന്ന, ഉറക്കമൊഴിച്ചിരിക്കുന്ന മാതാപിതാക്കളെ മണ്ടരാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തികളുണ്ടല്ലോ, ഒന്നും പറയാനില്ലാത്തൊരു കാര്യമാണ്. അവരവർ ചിന്തിക്കുക എന്റെ ജീവിതം എന്താകണം എന്നുള്ളത്. ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അതിന് ഉറപ്പായും നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരൂ. വിദ്യാഭ്യാസം നേടേണ്ട സമയത്ത് നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഈ ടീനേജ് എന്ന് പറയുന്നത് ഇതര ലിംഗത്തിൽപ്പെട്ട കുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാലം തന്നെയാണ്. അതിനെയാണ് ചില മാഫിയകൾ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ ഈ ഒരു ക്യാഷ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇൻസ്റ്റാഗ്രാം പോലുള്ള മീഡിയകൾ ഒന്നും തന്നെ, അതിൽ കാണുന്ന സുഹൃത്തുക്കൾ ഒന്നും തന്നെ എല്ലാവരും 100% പെർഫെക്റ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരു മുഖം പോലും കാണിക്കാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ ഒരു അവരെക്കുറിച്ചുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അറിയാത്ത ഒരു ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇമോഷണലി കണക്ട് ആവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു മിഥ്യയാണ്. നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം നിങ്ങളുടെ പിന്നാലെയുണ്ട്. ഇത്തരം സോഷ്യൽ മീഡിയകളിലൂടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, മറ്റ് മീഡിയാസ് ആയിക്കോട്ടെ, ഫ്രണ്ട് ആപ്പ്, ഇപ്പോൾ ഒരു പുതിയ ആപ്പിനെ കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയോട് നമുക്ക് സൗഹൃദം എങ്ങനെയാണ് തോന്നുന്നത്? അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചതികളെ കുറിച്ച് നിങ്ങൾ തന്നെ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയകൾ വഴി കണ്ടിട്ട്, മുമ്പ് ഞാനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മനോരമ, മംഗളം പോലുള്ള വാരികകളിൽ ഒരു പോർഷൻ ഉണ്ട്. അതായത് കഥയിൽ ഇത് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷനിൽ സ്ത്രീകള് അവർക്ക് പറ്റുന്ന അമളികളെ കുറിച്ചൊരു പോർഷൻ അവിടെ എഴുതി വെക്കും. അതൊക്കെ വായിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഞങ്ങളൊക്കെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങാൻ തന്നെ ഭയന്നിട്ടുണ്ട്. ഒരു ബന്ധുവിന്റെ കൂടെ പോലും ഒരു കുറച്ചു ദൂരം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഭയന്നിട്ടുണ്ട്. ആ കാലമൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നുള്ള നമ്മളെ മക്കൾ ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരെ ഫോൺ കോളിലൂടെ ബന്ധപ്പെടുന്നു. അവർ വിളിക്കുന്ന സ്ഥലത്ത് കല്യാണത്തിന്, പാലുകാച്ചിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ പോലും അറിയാതെ യാത്ര ചെയ്യുന്നു എന്നുള്ളത് വലിയ അത്ഭുതം തരുന്ന ഒന്നാണ്. മക്കളെ, ഈ ലോകം എന്ന് പറയുന്നത് നന്മയും തിന്മയും കലർന്നതാണ്. അവിടെ നന്മയും തിന്മയുമുണ്ട്. എനിക്കറിയാം, ആന്ധ്രയിൽ നിന്നൊരു പെൺകുട്ടി ഒരിക്കൽ ട്രെയിൻ കയറി. ആ കുട്ടിയുടെ ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം കഴിച്ചിരുന്നു ആ കുട്ടി. അത് തമിഴ് ഒരു ടെലിഫിലിമോ തമിഴിലുള്ള ഒരു കഥയിൽ ജീവിതം, അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിലാണ് ഞാനത് കണ്ടത്. ആ കുട്ടിയെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു പയ്യൻ കണ്ടു. ആ പയ്യൻ ഒരു വിവാഹിതനായിരുന്നു. പക്ഷെ ആ പയ്യൻ ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വന്തം സഹോദരിയെ പോലെ തോന്നി.
അയാൾ ആ കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഭാഷ അയാൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അയാൾക്ക് മനസ്സിലായത് ഈ കുട്ടി എന്തോ ഒരു വലിയ ട്രാപ്പിലേക്ക് പോവുകയാണ്, ഈ കുട്ടിയെ രക്ഷിക്കണം എന്നൊരു ചിന്ത അയാൾക്ക് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല. അയാൾ അയാളുടെ അമ്മയെ വിളിച്ചു കോൾ ചെയ്തിട്ട് പറഞ്ഞു, ഇതുപോലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിരിക്കുകയാണ്, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരട്ടെ അമ്മയെന്ന്. അപ്പൊ അമ്മയും പറഞ്ഞു, ഓക്കെ മോനെ, നീ ആ കുട്ടിയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വരണ്ട, നീ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അയാൾ ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ അയാളുടെ വൈഫ് ഭയങ്കര ആശങ്കയിലായി. കാരണം എന്റെ ഭർത്താവ് ദാ ദൂരത്ത് നിന്ന് വന്നപ്പോ കൂടെ ഒരു പെൺകുട്ടി. എന്നിട്ട് ആ ആള് ഈ കഥയിൽ ഇത് ജീവിതം പോലത്തെ ഒരു തമിഴ് പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിൽ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിയെ സഹായിക്കണമെന്ന്. ആ കുട്ടി ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ കണ്ട ഒരാളിനെ തിരക്കി വന്നതാണ്, അത്രയും ദൂരത്ത് നിന്ന്. അതുപോലെ ഒരു സുരക്ഷിതമായ ഒരു കയ്യിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. ആ പയ്യന് തോന്നിയ ഒരു നന്മയുടെ പുറത്ത് ആ കുട്ടി സേഫായിട്ട് എത്തേണ്ട സ്ഥലത്ത് അത് എത്തി എന്നുള്ളതാണ്. വീടുകളിൽ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ വീടുകളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നേരിടുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ആരെങ്കിലും വിളിച്ചാൽ അവരുടെ പിന്നാലെ അങ്ങ് പോവലാണോ? അതിനുള്ള ഒരുപാട് നിയമ സംവിധാനങ്ങളും നിങ്ങൾക്ക് സുരക്ഷിതമായി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഗവൺമെന്റ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടെ അറിയിക്കുക, എന്നിട്ട് സേഫായ സ്ഥലങ്ങളിലേക്ക് പോവുക. കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ പോകാൻ നിൽക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ വിൽക്കുന്നതിന് തുല്യമാണ്. ഒരു സ്ത്രീയെ ഇതുപോലെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇതുപോലെ കച്ചവടം ചെയ്യുന്നതിന് ഇടനിലക്കാരായി നിൽക്കുന്ന ആൾക്കാർക്ക് 5 ലക്ഷം രൂപ വരെയൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. അതിൽ നിന്നും ഒരു 10,000 രൂപ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, ഞാൻ എല്ലാം തികഞ്ഞ ഒരാളായി, അല്ലെങ്കിൽ എന്നെ അയാൾ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ്, അയാൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ പോകാം എന്ന് ചിന്തിക്കുന്നത് എത്ര മണ്ടത്തരമാണ്. അവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുപോയി കൈമാറി കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും ചിലപ്പം കഴിയണമെന്നില്ല. നിങ്ങളെ അവിടെ കണ്ടെത്തിയാൽ പോലും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയണമെന്നില്ല. എന്തിനാണ് ഇങ്ങനെ സ്വന്തം ജീവിതം കൊണ്ട് നിങ്ങൾ ഒരു പന്താട്ടം നടത്തുന്നത്? നിങ്ങളോട് എനിക്കും പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, ജീവിതം അത് പ്രഷ്യസ് ആണ്. എന്റെ ജീവിതം എന്താകണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നന്നായി ഒരു വിദ്യാഭ്യാസം നേടുക, നന്നായി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. ഒരാളെയും വിശ്വസിച്ച് അയാളുടെ പിന്നാലെ പോവേണ്ട പ്രായമല്ല നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത്. ടീനേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ഒരു പ്രായമാണോ? നല്ല വിദ്യാഭ്യാസം നേടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി നേടിയതിനു ശേഷം നിങ്ങൾ ഒരു ജീവിതം തിരഞ്ഞെടുക്കൂ, അത് സക്സസ് ആയിരിക്കും. അല്ലാത്ത പക്ഷം വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നിങ്ങൾ ഒരു ട്രാപ്പിൽ പെട്ടാൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയത്. സ്വന്തം ജീവിതം സ്വന്തം സംരക്ഷണമാണ്, അത് സ്വന്തമായി തന്നെ തീരുമാനിക്കുക. മാതാപിതാക്കൾക്ക് നിങ്ങളുടെ പിന്നാലെ വരാൻ കഴിയുന്നതിനൊക്കെയും പരിധികളുണ്ട്. കാരണം നിങ്ങളും വലുതായി തുടങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ ചിന്തകൾ വലുതായിരിക്കുന്നു. എത്ര ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ദൂരം ഒറ്റയ്ക്ക് പോയിരിക്കണമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മാതാപിതാക്കളെ ശത്രുക്കളായി കാണുന്ന എല്ലാ മക്കൾക്കുമുള്ള ഉപദേശമാണിത്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കൂ കുഞ്ഞു മക്കളെ, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കൂ.